പഞ്ചകപ്പുമാരനെ കാണാൻ നെഞ്ചുലഞ്ഞു നിന്നു നീ. കള്ളനവനൊന്നു വന്നാലോ തണ്ടൊടിഞ്ഞ താമര. താനേ പൂച്ചൊരിയും ചെമ്പകപ്പുന്തോപ്പിനുള്ളിൽ രാവിൽ വന്നണയും തനിമതി പാലൊളി നീ. ഓ നാളെ നിന്നറയിൽ കുളിർക്കാറ്റോടി വരും. കൂടെ പൂങ്കുയിലിൻ ഈണം തേടി വരും. മണിമുത്തി വരും പൊന്നി തീനെ മാണിക്ക കണ്ണാളെ രംഗിൻ താമര പൂന്തേനെ. താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. പുത്തനിലങ്ങിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്കും പൂ നിറഞ്ഞേ. ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ. താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുക. നീ വന്നേ, നമുക്ക് പോയി കഴിക്കാം. എനിക്ക് വേണ്ട. എന്തു പറ്റി? മാമൂസ് എല്ലാം കണ്ടതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം? നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്തതാ, എന്നിട്ടിപ്പോ എന്തായി? മെഹന്തി കല്യാണത്തിന് ആരാ സ്കോർ ചെയ്തത്? പറയാ മാമൂസേ, മെഹന്തി കല്യാണത്തിന് ആരാ സ്കോർ ചെയ്തെന്ന്? അവള് തുളസി. തുളസി അവളുടെ ആൾക്കാര് സ്കോർ ചെയ്തു. നമ്മള് തോറ്റുപോയി മാമൂസേ. നാണക്കേടായി പോയി. അവളെ നമുക്ക് തോൽപ്പിക്കണം. തോൽപ്പിച്ചേ മതിയാവൂ.
നീ സമാധാനിക്കാതിരെ. മൈലാഞ്ചി കല്യാണം അല്ലേ കഴിഞ്ഞുള്ളൂ. ഇനിയും ഉണ്ടല്ലോ ചടങ്ങുകൾ. അടുത്തത് ഹൽദിയ, മഞ്ഞൾ കല്യാണം. അതിൽ നമുക്ക് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യണം മാമൂസേ, ഇല്ലെങ്കിൽ നമ്മൾ അതിലും തോറ്റുപോകും. ഇനി നമ്മൾ ഒന്നിലും തോൽക്കില്ല. മഞ്ഞൾ കല്യാണത്തിൽ തുളസിയെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കും. അവളെ നാണം കെടുത്തിയിരിക്കും. നീ നോക്കിക്കോ. പ്രസാ, ആ ജയ വാ. ആ ആ മോനെ, ഇതാ ഒന്ന് പിടിച്ചേ. വാ അങ്ങോട്ട് വലിച്ചിട്ടേ. എന്തായി കാര്യങ്ങൾ? ഏ ആ, നീ കുടിച്ചോ? ആ കുടിച്ചു. കുടിച്ചു പോയി, അറിയാതെ കുടിച്ചു പോയി. ആ, നീ ഇത്തിരി ഓവറാണ് തോന്നുന്നു. ആ അറിയില്ല, കണക്കൊന്നും നോക്കിയില്ല. പ്രസാദ്, എനിക്ക് പറ്റില്ല. ജയ, എനിക്ക് പറ്റില്ല പ്രസാ. ജയ, എടാ നിനക്ക് എന്താ പറ്റിയത്? ടെൻഷനാ, മനസ്സ് പടപട പിടയ്ക്ക. ഇവിടെ ഇപ്പൊ ആരുടെ കല്യാണം നടക്കുന്നത്? ജയ, നിന്റെ വെളിവ് കെട്ടുപോയോ ജയ? ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്. ബിഹേവ് യുവർ സെൽഫ്. പ്രസാദ്, എനിക്കൊരു കുഴപ്പമില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ആദിയുടെയും തുളസിയുടെയും കല്യാണം ഇവിടെ നടക്കണം. അത് നടക്കുവോ? അതാലോചിച്ചിട്ടാ എന്റെ ടെൻഷൻ. എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അത് ടെൻഷൻ മാറ്റാനാ കുടിച്ചത്. അവരുടെ കല്യാണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. അത് നടന്നില്ലെങ്കിൽ പ്ലീസ് പ്ലീസ് കൂൾ. ആദിയുടെയും തുളസിയുടെയും കല്യാണം തന്നെ നടക്കും. അത് നമ്മൾ നടത്തിയിരിക്കും. അത് നടക്കണം. അത് നടന്നേ തീരൂ. അല്ലെങ്കിൽ ആദി എന്റെ മോനാണെന്നും തുളസി പ്രസയുടെ മോളാണെന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എല്ലാരും അറിയട്ടെ. ജയ ഒന്നും മിണ്ടായിരിക്കും. ജയ പ്ലീസ് പറയുന്നത് നടക്ക്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നു.
ഗുളിക പൊടിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ജ്യൂസ് കുടിച്ച തുളസി ബോധം കെട്ട് ഉറങ്ങിക്കോളും. അതോടെ ഇന്നത്തെ മഞ്ഞൾ കല്യാണ ആഘോഷം അവൾക്ക് മിസ്സാവും. ഏവർക്കും നമസ്കാരം. ഇന്നലെ മൈലാഞ്ചി ഇടൽ ചടങ്ങ് അതിഗംഭീരമായി പൂർത്തിയായിരിക്കുന്നു. ഇനിയും ചടങ്ങുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാവരും എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കണം. ഈ വിവാഹം വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. ഒരുപക്ഷെ ലോക വിവാഹ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു വിവാഹം, അതും വോട്ടിംഗിലൂടെ. ഈ വിവാഹത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളായ നിങ്ങൾക്ക് ഏവർക്കും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ആദ്യത്തിൽ ആരെ വിവാഹം കഴിക്കണം, ആരുടെ കഴുത്തിൽ വരണമാല്യം ചാർത്തണം, ആരെ താലി അണിയിക്കണം, ആരെയാണ് വധുവായി ആദിത്യൻ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്, ആദിത്യന്റെ ഭാര്യയാവേണ്ടത് ആരാണ്, അത് നിശ്ചയിക്കേണ്ടത് അതിഥികളായ നിങ്ങളാണ്. ആദിയുടെ ജീവിത പങ്കാളിയാകേണ്ടത് ആതിരയോ അതോ തുളസിയോ? അതിന്റെ ഭാഗമായി ഒരു മത്സര ഡാൻസ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ വോട്ടുകളാണ് ആദിത്യന്റെ ഭാവി ലൈഫ് പാർട്ട്ണർ ആരാണെന്ന് തീരുമാനിക്കുന്നത്. സോ കീപ് വോട്ടിംഗ്. ഭാഗ്യം, തുളസി ആരുമില്ല ഇവിടെ. ദുർഗേച്ചിയുടെ ബുദ്ധി സമ്മതിക്കണം. ഈ മഞ്ഞൾ കല്യാണ ആഘോഷത്തിന് തുളസി പങ്കെടുക്കാതിരിക്കാൻ അവളുടെ മഞ്ഞ ഡ്രസ്സിൽ കരിയോയിൽ ഒഴിക്കാൻ പറഞ്ഞ ദുർഗേച്ചിയുടെ ബുദ്ധി. എന്റെ ദുർഗേച്ചി സമ്മതിക്കണം നിങ്ങളെ. അപ്പൊ സാരി എവിടെയാ? എവിടെയാണെന്ന് നോക്കാം. ഇതിലില്ലല്ലോ. അയ്യോ, നമ്പർ ലോക്കാണല്ലോ. ഇനി ദുർഗേച്ചിയുടെ അടുത്ത് എന്ത് പറയും? ചേച്ചിയായിരിക്കും. ഇതാ ഈവന്റ് കാരണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ അപ്പൊ തുടങ്ങും അവന്റെ വിളി. ഒരു കാര്യം നടക്കുകയില്ല. അത് ശരി. അപ്പൊ ജ്യൂസൊക്കെ കുടിച്ചാ അവളിവിടെ താമസിക്കുന്നല്ലേ? അവളിപ്പൊ അങ്ങനെ ജ്യൂസ് കുടിക്കണ്ട. എന്നാ മാച്ച്. സൂപ്പർ മധുരം. മുഴുവനും കുടിച്ചേക്കാം. സൂപ്പർ. അയ്യോ, സാരി കിട്ടിയില്ലല്ലോ. ദുർഗേച്ചി വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഹലോ,
ദുർഗേച്ചി, അതെ, നമ്മുടെ പ്ലാനൊക്കെ പൊട്ടിന്നാ തോന്നുന്നേ. അതെ, അവളുടെ സാരി കിട്ടിയില്ലെന്നേ. ആ ഇന്നത്തെ ആഘോഷത്തിന് ഉടുക്കാനുള്ള സാരി. എന്ത്? ആ